നമസ്കാരം. പ്രാചീന ഭാരത ഇതിഹാസത്തിലെ ആചാര്യനായ വിഷ്ണുഗുപ്ത ചാണക്യൻ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ശീലം തുടർന്നാൽ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. രാവിലെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, കിളികൾ ഉണരുന്നു, പൂക്കൾ വിരിയുന്നു. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പക്ഷികൾ കൂടണയുന്നു, മൃഗങ്ങൾ വിശ്രമിക്കുന്നു. എന്നാൽ മനുഷ്യരായ നമ്മൾ ഇതിൽ നിന്നും വ്യത്യസ്തരായി സൂര്യൻ അസ്തമിച്ച ശേഷവും മണിക്കൂറുകളോളം പകലിനെ രാത്രിയിലേക്ക് നീട്ടി ഉണർന്നിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ച ശേഷവും നമ്മളുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാത്രിയായാൽ കന്നുകാലികൾ പോലും ഭക്ഷണം കഴിക്കാറില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പക്ഷികളും ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നമ്മൾ മനുഷ്യർ ഭക്ഷണം ആഘോഷമാക്കി കഴിക്കുന്നത് രാത്രിയിലാണ്. ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ഒരു ട്രെൻഡാണിപ്പോൾ. അധിക ഭക്ഷണശാലകളും പൊടി പൊടിക്കുന്നത് രാത്രിയിലാണ്. ഇനി അസുഖം വന്നില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആഹാരം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും അതിൻ്റെതായ ഒരു കണക്കുണ്ട്. എന്നാൽ ഈ കണക്ക് തെറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ താളം തെറ്റുന്നത്. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക എന്ന ശീലത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആ വലിയ മാറ്റത്തെക്കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വളരെ വൈകി ടിവിയും ഫോണും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കും. അതൊരു ശീലമായി. ഈ ശീലം നമ്മളുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ശരീരത്തിനെ ഒരു ഫാക്ടറിയായി സങ്കല്പിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രവർത്തിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ശരീരം വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും വലിയ ഒരു ലോഡ് ജോലി നമ്മൾ നൽകുന്നത്. വീണ്ടും നമ്മുടെ ശരീരം ജോലി ചെയ്യാനായി തുടങ്ങുന്നു. നമ്മുടെ ശരീരം എന്ന മെഷീൻ ഓഫ് ചെയ്യുവാനോ വൃത്തിയാക്കുവാനോ നമ്മൾ അനുവദിക്കുന്നില്ല. അഴുക്കുകളും കേടായ കോശങ്ങളും നീക്കം ചെയ്യാതെ കെട്ടിത്തന്നെ കിടക്കും. വേസ്റ്റ് കൂടി കിടക്കുന്നു. ഇതൊക്കെ തന്നെ ശരീരമാകുന്ന മെഷീനെ ബാധിക്കും. ഇതൊക്കെ തന്നെയാണ് അമിതവണ്ണമായും കുടവയറായും പുറത്തു വരുന്നത്. നേരത്തെ ഭക്ഷണം കഴിച്ചു എന്നിരിക്കട്ടെ. സൂര്യൻ അസ്തമിച്ചതോടുകൂടി ഭക്ഷണവും അവസാനിച്ചു. പിന്നെ വെള്ളം മാത്രം കുടിക്കുന്നു. രാവിലെ 8 വരെ ആഹാരം ഒന്നും തന്നെ കഴിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നീണ്ട ഒരു ഇടവേള തന്നെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം 4 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം 10 മണിയോടെ ആമാശയം കാലിയാകുന്നു. ദഹനം പൂർത്തിയാകുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരം റിപ്പയർ മോഡിലേക്ക് തന്നെ മാറുന്നു. പുലർച്ചെയാകുമ്പോഴേക്കും ശരീരത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് തീർന്നിട്ടുണ്ടാകും. നമ്മളുടെ ശരീരം നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമാനാണ്. പുറത്തു നിന്ന് ഭക്ഷണം വരുന്നില്ല എന്ന് കാണുമ്പോൾ ശരീരം അതിന്റെ അലമാരകൾ തുറന്ന് പരിശോധിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കേടുവന്ന കോശങ്ങളെയും മറ്റ് വേസ്റ്റുകളെയും ശരീരം കാണുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരീരം ഇതിനെ ഒന്നും തിരിഞ്ഞു നോക്കാറേയില്ല. എന്നാൽ പട്ടിണി കിടക്കുമ്പോൾ ശരീരം ഇവയൊക്കെ ഭക്ഷണമാക്കുന്നു. അത് വിഘടിപ്പിച്ച് പുതിയ ഊർജമാക്കി മാറ്റുന്നു. ഇതുമൂലം ഗ്രോത്ത് ഹോർമോൺ 2000 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ യൗവനം നിലനിർത്തുന്നതിന്റെ രഹസ്യം. ഇതുമൂലം ശരീരം ശാന്തമാകുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, രാവിലെ തന്നെ ഉന്മേഷമുണ്ടാകുന്നു, കണ്ണിന് തിളക്കമുണ്ടാകുന്നു, അമിതവണ്ണം കുറയുന്നു. ഇതുമൂലം നമ്മളുടെ ശരീരത്തിന്റെ വെയിറ്റ് കുറയുന്നു. ഗ്യാസ് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു. പറയുന്നത് എളുപ്പമാണെങ്കിലും ഇത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നറിയാം. നിങ്ങൾ 10 മണിക്കാണ് ആഹാരം ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് 9 മണിയാക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ 8 മണിയിലേക്ക് മാറ്റുക. പിന്നീട് 7 മണിക്ക് മുൻപേ ഭക്ഷണമാക്കുക. അമിതമായി കഴിക്കരുത്. അരവയർ ഒഴിച്ചിടുക. വെള്ളം കുടിക്കുക. രാത്രിയിൽ ശരീരത്തിന് ആഹാരം കൊടുത്താൽ പകൽ അത് ഉറക്കം ചോദിക്കും. ബുദ്ധി ഉറങ്ങുന്ന സമയത്ത് വയറിനെ ഉണർത്തരുത്. വലിയ മാറ്റമൊന്നുമല്ല ആവശ്യപ്പെടുന്നത്, ഒരു ചെറിയ ശീലം മാറ്റാനാണ്.
ഇന്ന് തന്നെ ആ തീരുമാനമെടുക്കാം. സൂര്യനൊപ്പം ഉണരുകയും സൂര്യനൊപ്പം ഉറങ്ങുകയും ചെയ്യാം.